ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പരിപ്പ് കറി ആയിട്ടാണ്. ചെറുപയർ പരിപ്പ് വെച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത്. സദ്യക്കൊക്കെ ആദ്യം വിളമ്പുന്ന കറിയാണിത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കറിയാണ്, കാരണം ഇതിന് വലിയ എരിവൊന്നുമില്ല. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പ് ഇങ്ങനെ വറക്കണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് ഈ പരിപ്പിൻ്റെ പച്ചച്ചവ പോകാൻ വേണ്ടിയിട്ടാണ്. ട്രഡീഷണലായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ചെറുപയർ വറുത്തെടുത്ത് അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, വല്ലാതെ മൂത്ത് പോകരുത്, അപ്പോൾ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇത് ആയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ആയിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് തണുത്താൽ മതി. അതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു കളർ വേണ്ട, അതിന് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിക്കണം. 3 വിസിൽ വരുന്ന ഫുൾ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർത്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഞാനിത് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ വിസിലൊക്കെ വന്ന് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വേണം കേട്ടോ അതൊക്കെ ചേർക്കാൻ, അത് മറന്നു പോകരുത്. ഈ കറിയൊക്കെ നല്ലതായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കറി നല്ലപോലെ കുറുകും. ഇനി ഇത് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. ഈ കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യാണ് കടുക് വറുക്കേണ്ടത്. കടുക് താളിക്കാനായിട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതാണ് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ നെയ്യ് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഈ കടുക് താളിച്ചത് ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കണം. ഇതിന് സ്മെല്ല് ഒന്ന് പോവാതിരിക്കാനാണ്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളത് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.